ഈ അവസരത്തിൽ ഞാൻ 2 ദിവസമായിട്ട് പട്ടിണി കിടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ വളരെ ഏറെയാണ് ഇന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബിരിയാണി, ചിക്കൻ കറി, ഫ്രൈഡ് റൈസ് എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ സുമാണ്ടി സ്വഭാവം വെച്ച് മിക്കവാറും ഇവിടെ കഞ്ഞിയും പയറാവാൻ നല്ല സാധ്യതയുണ്ട്. എങ്ങാനും സുമാണ്ടി കഞ്ഞിയും പയർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സുമാണ്ടി ഞങ്ങൾ ആ കഞ്ഞി തന്നെ മുക്കി കൊല്ലാനാണ് ഇപ്പോൾ തയ്യാറെടുപ്പ് എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, വളരെ പ്രകോപിതമായാണ് ഇവിടെ എല്ലാവരും. അതെ, നയതന്ത്ര വിദഗ്ധനായ നമ്മുടെ അമീൻ കൂടെ ഉണ്ട്. എല്ലാവരും ഇവിടെ പ്രകോപിതരായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സമയം 1 കഴിഞ്ഞിരിക്കുന്നു. ഫുഡ് ഇതുവരെ എത്തിയിട്ടില്ല. വളരെ പ്രകോപിതരായ ഇത്ര വിദ്യാർത്ഥികളെ നമുക്ക് എന്താണ് ചെയ്യുന്നത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. പോലീസിനെ ഇറക്കേണ്ടി വരുമെന്നാണോ താങ്കൾ പറയുന്നത്? വേണ്ടി വന്നാൽ നമ്മുടെ റൂമിനടക്കമുള്ള പട്ടാള പ്രതിനിധികളെ നമ്മളിവിടെ അതിനായി സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. കരുതിയിട്ടുണ്ടോ? ഇല്ലെങ്കിലും ഇവിടെ താഴെ വടികളും ഇവിടെയുള്ള ക്ലാസ് റൂമിലുള്ള ഏതാനും ട്യൂബുകൾ തുടങ്ങിയ ആയുധങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഫാനുകൾ ഒക്കെ വേണമെങ്കിൽ പൊട്ടിച്ച് ബ്ലേഡായി ഉപയോഗിക്കാവുന്നതാണ്. കേൾക്കാം ലൈനിലൂടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. ആവേശത്തിന്റെ ഉത്തുംഗമായ നിലയിലാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ. താങ്കൾക്ക് കാണാൻ ഭക്ഷണം ഇവിടെ ഇരിക്കുകയാണ്. ഏറെ നേരമുള്ള കാത്തിരിപ്പിന് ശേഷം ഭക്ഷണം എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇത്ര വൈകിച്ചെങ്കിലും ഇപ്പോഴെങ്കിലും എത്തിയതിന് ഇവരോട് നന്ദി പറയാം. ഇതിനു മുന്നിൽ പ്രവർത്തിച്ച ഒരാളെയാണ് താങ്കൾക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം പാമ്പ് ഫുഡിന്റെ കൂടുതൽ രംഗങ്ങളിലേക്ക്. പാമ്പിനോട് നമുക്ക് ചോദിക്കാം, എന്താണ് ഫുഡ് വൈകിയതിന് പിന്നിലുള്ള കരുത്ത യാഥാർത്ഥ്യം താങ്കൾക്ക് പ്രേക്ഷകരോട് വ്യക്തമാക്കാൻ കഴിയുമോ? ഫുഡ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ആവശ്യമുള്ള ഒരു വസ്തുവാണ്. ഈ ഫുഡ് നമ്മൾ ഇന്നിവിടെ എത്തിക്കാൻ സമയമില്ല, ചുരുക്കം എനിക്ക് പറയാം. എനിക്ക് കുറച്ചു നേരം പറയണം. നമ്മൾ പറയണ്ടേ? അപ്പൊ ഫുഡ് എന്ന് പറയുന്നതിൽ ഒരു കറുത്ത കൈകളല്ല, ഒരു വെളുത്ത കൈകളാണ് പ്രവർത്തിച്ചിരിക്കുന്നത് മാത്രമേ പറയാം. അതല്ല, ഇത്രയും വൈകിയതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? വൈകിയതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കാൻ ഏൽപ്പിച്ച ഹോസ്റ്റലിലെ ആളുകൾ തന്നെ ഉപ്പ് നോക്കി മുഴുവൻ തീർക്കുകയും അതിനുശേഷം വീണ്ടും പുതിയ കോഴി വാങ്ങിച്ചുണ്ടാക്കേണ്ട ടൈം വന്നതാണ്. അതിനെ കുറിച്ചാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫുഡിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്തത് സുമാണ്ടിയല്ലേ? അതെ, അതിന് പിന്നിൽ വ്യക്തമായ ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം എത്രത്തോളം പൈസ മുക്കിയെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു കണക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനുശേഷം നമ്മൾ അത്മാരിക്കുന്നതായിരിക്കും. എന്നായാലും ഇവർക്ക് പ്രേക്ഷകരോട് ഇതിനോട് എന്താ മാപ്പ് പറയാനുള്ളത്? അവരുടെ വികാരം ഒന്നോട് ചോദിച്ചാൽ ഒരു നിമിഷം താങ്കളുടെ വികാരം എന്താണ് പറയുന്നത്? എനിക്കിപ്പോൾ ഒരേ ഒരു വികാരമേ ഉള്ളൂ, വിശപ്പുണ്ട് എന്നൊരു വികാരം മാത്രമേ ഇപ്പോൾ എനിക്ക്. എന്തായാലും നന്ദി റിപ്പോർട്ടിൽ പങ്കെടുത്തതിന്. പാമ്പ്, അതുപോലെ തന്നെ ഈ ക്യാമറ ഇതിന് മുന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ, ക്യാമറമാൻ കുമാരൻ, ക്യാമറമാൻ വാസു, പിന്നെ അതുപോലെ തന്നെ പടപ്പൻ ഫിറ്റായി, പിന്നെ റിപ്പോർട്ടർ കിണ്ണൻ, പിന്നെ റിപ്പോർട്ടർ ഓന്ത്, അങ്ങനെ ഇതിനു മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. എങ്ങും പോകരുത്, പ്രേക്ഷകർ ഇവിടെ തന്നെ കാത്തിരിക്കണം. ഇപ്പോൾ ഏകദേശം 3:30 മണിയോളമായിട്ടുണ്ട്. മണക്കാലയിലെ ആഘോഷങ്ങളുടെ വിവരങ്ങൾ നൽകാനായി സ്റ്റുഡിയോയിൽ നിന്ന് പെടപ്പൻ ഫിറ്റായി ലൈനിലുണ്ട്. പെടപ്പൻ, എന്താണ് അവിടെ നടക്കുന്നത്? കേൾക്കാം കിണ്ണൻ. വളരെയധികം വിശേഷങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ട് ഇന്നത്തെ ഭക്ഷണത്തിന് ശേഷമുള്ള ഒരു അവസ്ഥ വിവരിക്കാം. യുദ്ധഭൂമിയിലെ തലയറ്റ് കിടക്കുന്ന പോരാളികളുടെ അവസ്ഥയാണ്. എങ്ങും രക്തക്കറകൾ മാത്രം. ഇതാ പാത്രങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു. ആഘോഷങ്ങളുടെ ഒഴിഞ്ഞ മൂലയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി ഒരു ചെറിയ അടിയും നടന്നിട്ടുണ്ട്. പരിക്ക് പറ്റിയ ഒരുപാട് പേർ ആശുപത്രിയിലാണ്. അതിൽ നമ്മുടെ അവിടെ എത്ര പേർക്കാണ് ഏകദേശം പരിക്ക് പറ്റിയത്? അടി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് എനിക്ക് അടി വന്നത്. അതുകൊണ്ട് സംഭവ സ്ഥലത്ത് നിന്നുടൻ തന്നെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളൊക്കെ എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. അതിനെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കണ്ടൊരു നാട്ടുകാരോട് ചോദിക്കാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. മിസ്റ്റർ ജസ്റ്റിൻ, താങ്കൾ അടി നടന്ന സ്ഥലത്തുണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? പറയൂ. അടി നടന്ന സ്ഥലത്ത് എത്താനായിട്ട് സാധിച്ചില്ല, അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഇപ്പോൾ മണക്കാല മേഖലയിൽ ശക്തമായ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. സംഘർഷാലയടിക്കുകയാണോ സംഘർഷ തരംഗമാണോ അവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഇത് രണ്ടുമല്ല സംഭവിക്കുന്നത്, ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു പ്രതിഭാസം മാത്രം. കേൾക്കുന്നുണ്ടോ? ഒരു സംശയം നമ്മുടെ വിദ്യാർത്ഥിയോട് ചോദിക്കാമോ? പറയൂ. അതായത് ഈ സംഘർഷാവസ്ഥ എത്ര മണിക്കൂറോളം നീണ്ടു നിൽക്കാൻ അവസരമുണ്ട് എന്ന് അറിയാൻ പറ്റും? ഓക്കെ, താങ്കൾ ഒരു ചോദ്യം ചോദിക്കാം. ഈ സംഘർഷാവസ്ഥയുടെ അതിന്റെ പരിണിത ഫലം എത്ര സമയത്തോളം നീണ്ടു നിൽക്കും? ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഏതൊക്കെ ഭാഗത്തു നിന്നുള്ളതാണ് അതിന്റെ ശ്രമം നടക്കുന്നത്? ആരൊക്കെയാണ് ഇതിന് പിന്നിൽ? എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ടോട്ടലായിട്ടുള്ള ഒരു ചിത്രം പറയും താങ്കൾ.
കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ലേ? ഇവിടെ ഇന്ന് ഫെയർവെൽ ആണല്ലേ? താങ്കൾക്ക് ഫുഡ് ലഭിച്ചില്ല എന്നൊരു പരാതി ഉണ്ടല്ലോ അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഫുഡ് കിട്ടാത്തതെന്ന് നിങ്ങൾ അറിയുന്നത്? ഞാൻ പറയാം. ഏകദേശം ഇപ്പോൾ 3:30 മണിയോളമായിട്ടുണ്ട്.